നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സ്വഹാബ, ഈ ലോകം നശിക്കുകയില്ല സ്വഹാബ, ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം അവരുടെ മേലാണ് ഈ ലോകം അവസാനിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടും. ഇത് ചിന്തിക്കുക, എത്രത്തോളം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാള് പോലും ഈ ലോകത്ത് ഉണ്ടാവുകയില്ലത്രേ. അങ്ങനത്തെ ഒരു സാഹചര്യം ഈ ലോകത്തിന് സംജാതമാകുമത്രേ. അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായാൽ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന മഹത്തായ നാമം ഈ ലോകത്ത് എന്ന് ഉച്ചരിക്കാതിരിക്കുന്നുവോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ് സ്വഹാബ. ഈ ലോകം നശിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാന്ന് പറയാൻ ഒരൊറ്റ ഒരുത്തൻ ഈ ലോകത്തുണ്ടാവൂല. അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് വരുന്നുവോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കി. ഇന്നിപ്പോ അല്ലാന്ന് പറയാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷെ ഇതൊക്കെ അവസാനിക്കും. അതാണ് പറയുന്നത്, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ അല്ലാന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി ഈ ലോകത്തുണ്ടാവൂല. അല്ലാന്ന് പറയുന്ന മോമിനീങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ഒരു കാറ്റയച്ച് അവരൊക്കെ മരിപ്പിക്കുക. പിന്നെ ഏറ്റവും മോശപ്പെട്ട കൗമാണ് ഉണ്ടാവുക. അവരുടെ മേലാണ് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് കടന്നു വരിക സയ്യിദുനാ റസൂലുള്ളാഹി. വഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ റാത്തീബിൽ നമ്മൾ ഓതുന്നതല്ലയോ, ശ്രദ്ധിച്ചിട്ടില്ലയോ? അവസാന ഭാഗമെത്തുമ്പോൾ മുഅ്മിനീങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവോടുകൂടി ചെല്ലുകയാണ്, അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ്. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹ് എന്ന നാമത്തിലാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുയോട് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ശബ്ദം പരിശുദ്ധമായ ബാങ്കിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട്, ബിലാലേ കയറൂ, ബിലാലേ കയറി നിന്നുകൊണ്ട് വിളിക്കൂ ബിലാലേ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആദ്യമായി ബാങ്ക് മുഴക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹയ്യ അലാ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലാ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്ന നാമമില്ലാതെ ഈ ലോകത്ത് നിലനിൽപ്പില്ല. ലോകത്തുള്ള സർവ്വ പള്ളികളിൽ നിന്നും മനോഹരമായ ബാങ്കുലി ഇന്നും മുഴങ്ങുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അന്ന് തുടങ്ങി വെച്ച മനോഹരമായ ബാങ്കുലി ഇന്നും പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളിൽ നിന്ന് തെയ്യോട്ടുചിറ പള്ളികളുടെ പരിശുദ്ധമായ മിമ്പറിലൂടെ, മെഹ്റാബിലൂടെ, മിനാരങ്ങളിലൂടെ ലോകം മുഴുവനും കേൾക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
നിലയ്ക്കാത്ത ശബ്ദമാണ്, നിലയ്ക്കാത്ത ശബ്ദമാണ്. ഈ ശബ്ദം എന്ന് നിലയ്ക്കുന്നു അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. ഹബീബായ റസൂലുള്ളാഹി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന മോമിൻ അവനെ കൈകെട്ടുകയാണ്. അല്ലാഹു അക്ബർ. റുകൂഇലേക്ക് പോകുമ്പോഴും അവനെ പറയുകയാണ് അല്ലാഹു അക്ബർ. കൈകെട്ടിക്കൊണ്ട് ഫാത്തിഹ ഓതുമ്പോഴും അവൻ ആദ്യമായി ഉച്ചരിച്ചതും ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. വജ്ഹത്തു ഓതുകയാണെങ്കിലും അവൻ ആദ്യമായി പറഞ്ഞു വെച്ചതും വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാത്. അല്ലാഹുവിനെ ഓർക്കാതെ നിന്റെ നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല മനുഷ്യ, നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല സഹോദരി. റുകൂഇലേക്ക് പോകുമ്പോഴും നീ പറയുന്നത് അല്ലാഹു അക്ബർ. ആ റുകൂഇലെത്തിയിട്ട് നീ വാഴ്ത്തുന്നതും സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി. അല്ലാഹുവിനെയാണ് സമി അല്ലാഹു ലിമൻ ഹമിദ. ഇഅ്തിദാലിലേക്ക് വരുമ്പോഴും നീ അല്ലാഹുവിനെ സ്മരിക്കുന്നവനാണ്. തീർന്നില്ല റബ്ബിനെ ഹംദ് ചെയ്യുകയാണ്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത് വമിൽ അൽ-അർദ് വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദു. ഈ ഭൂമി നിറയെ, ഏഴ് ആകാശങ്ങൾ നിറയെ നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. ഈ ലോകത്തുള്ള സർവസ്തുതിയും നിനക്കാണ് അല്ലാഹ്. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലാതെ അവനെ വാഴ്ത്താതെ ഒരു നമസ്കാരവും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. നീ സുജൂദിലേക്ക് പോകുമ്പോഴും പറയുകയാണ് അല്ലാഹു അക്ബർ. ആ സുജൂദിൽ നീ വാഴ്ത്തുന്നതും അല്ലാഹുവിനെയല്ലയോ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. നീ അടിയലിരുത്തത്തിൽ ഇരിക്കുമ്പോഴും നീ പറയുന്നത് അല്ലാഹു അക്ബർ. അവിടെ ഇരുന്ന് ദുആ ചെയ്യുമ്പോഴും റബ്ബി ഗഫിർലി, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, എനിക്ക് നീ കരുണ ചെയ്യണേ അല്ലാഹ്, എന്റെ കാര്യങ്ങൾ മുഴുവനും നീ പരിഹരിക്കണേ നാഥാ, എന്റെ ദറജ ഉയർത്തണേ അല്ലാഹ്, എനിക്ക് സന്മാർഗത്തിന്റെ പാണ്ടാവ് തെളിച്ചു തരണേ അല്ലാഹ്, എനിക്ക് നീ ആഫിയത്ത് തരണേ അല്ലാഹ്. നീ ചോദിക്കുകയാണ്. അടുത്ത സുജൂദിലേക്ക് പോയാലും വീണ്ടും തഹിയ്യാത്തിലേക്ക് ഇരുന്നാലും എല്ലാം അല്ലാഹയാണ്. അല്ലാഹുവിനെ ചിന്തിക്കാതെ എന്നീ ലോകത്തൊന്ന് മനുഷ്യ നിന്റെ ഹൃദയം പോകുന്നുണ്ടോ? നിന്റെ നാവ് കൊണ്ട് പടച്ച റബ്ബിനെ വിളിക്കാത്ത സമയം കടന്നു വരുന്നുണ്ടോ? അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. അന്ന് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്താണ്. അന്ന് ഈ ലോകം അവസാനിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹ് എന്നുള്ള ലഫ്ള് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നുവോ, അവന്റെ നാവിൽ നിന്നും പോകുന്നോ, അന്ന് ഈ ലോകം അവസാനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു മനോഹരമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. അല്ലാഹുവിന് മഹത്തായ നാമങ്ങളുണ്ടത്രേ, മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ആ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കിയാൽ അവന് സ്വർഗമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇരിക്കുന്ന എല്ലാ മോമിനിയങ്ങളും പഠിക്കണം. വലിയ വലിയ എസ്സേകൾ കാണാതെ പഠിക്കുന്ന മക്കൾ, വലിയ പോയം പദ്യങ്ങൾ കാണാതെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ സുഖമായി പഠിക്കാം. അള്ളാഹുവിന്റെ നാമങ്ങൾ ഒരു 3-4 വരികളിൽ ഉൾക്കൊള്ളും. ചെറിയ നാമങ്ങൾ,
ചെറിയ ചെറിയ നാമങ്ങൾ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം. 99 നാമങ്ങൾ കാണാതെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഇൻഷാ അല്ലാഹ് പറയല്ലേ, ഉറക്കെ ഒന്നുകൂടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല നിയ്യത്താണ്. മഹാനുഭാവന്റെ ഹദ്റത്തിൽ വെച്ച് ഏറ്റെടുത്തൊരു നിയ്യത്താണ്. അത് പൂർത്തീകരിക്കണം. അടുത്ത ദിവസം തന്നെ അത് പൂർത്തീകരിക്കണം. എല്ലാവരും അത് കാണാതെ പഠിക്കണം. 99 നാമങ്ങൾ വെച്ചിട്ട് ദ്വാരന്നാൽ ഇജാബത്താണ്. അല്ലാഹുവിനെ വിളിച്ച് ദ്വാരക്ക. ഈ 99 നാമങ്ങൾ ചൊല്ലിയിട്ട് ദ്വാരന്ന് നോക്കി എല്ലാ ലക്ഷ്യങ്ങളും പോവണേ. ഹാഫിളാകണോ, ആലിമാകണോ, ഖൈറായ നിലക്കുള്ള ഉഖ്റവിയായ മുതഅല്ലിമീങ്ങൾ ഉൾപ്പെടണോ, വലിയ വഅദ് പറയുന്ന ഉസ്താദാകണോ, വലിയ മുദർരിസാകണോ, ഖതീബാകണോ, ഏത് നിലയ്ക്കാകണോ, ഈ ദുആയിരുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രത്യേകിച്ച് മുതഅല്ലിമായിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രാർത്ഥന പെട്ടെന്ന് ഇജാബത്ത്. അതുകൊണ്ട് ഈ 99 നാമങ്ങൾ പഠിച്ചിട്ട് ഉസ്താദ് എന്റെ ദുആന് ഉത്തരം കിട്ടുന്നില്ല. സഹോദരിമാരുടെ ഒക്കെ പരാതിയാണ്. നിങ്ങൾ ഈ 99 നാമങ്ങൾ, അല്ലാഹുവിന്റെ നാമങ്ങളൊക്കെ ഒന്ന് കാണാതെ പഠിച്ചത്. ഖുർആനിൽ എത്രയോ സ്ഥലത്തുണ്ട്. സമയമില്ല അതിലേക്കൊന്നും പോവാൻ. വിഷയത്തിൽ നിന്ന് തെന്നും. അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്നത്. വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൻ ലിമാ യുരീദ് ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹു عالم الغيب والشهادة هو الرحمن الرحيم. എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ നാമങ്ങൾ കാണാതെ പഠിക്കണം. ഭയങ്കര ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏത് ആലിമിനാണ്, ഏത് സൂഫിയാക്കൾക്കാണ് ഇത് അറിയാത്തത്? അവരൊക്കെ ഇത് പഠിച്ചവരാണ്. അവരൊക്കെ ഇതിന്റെ വിറുതുകൾ വീടിയവരാണ്. സുബഹിക്ക് ശേഷം 11 പ്രാവശ്യം ചെല്ലാത്ത ഒരൊറ്റ വരിയുമില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ 11 പ്രാവശ്യം, അസ്മാഉൽ ഹുസ്ന ഓതാത്ത ഒറ്റ വരിയുമില്ല. അവരൊക്കെ ഇത് റബ്ബിനെ വിളിക്കുക, റബ്ബിലേക്ക് അങ്ങ് ലയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉണ്ട് അല്ലാഹുവിനെ മറന്നിട്ടൊരു പരിപാടിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ മനോഹരമായ ദിക്റാണ്. അല്ലാഹ് എന്ന മഹത്തായ നാമമുണ്ട് അതിൽ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ എനിക്കൊരു ദിക്ർ നൽകണേ അല്ലാഹ്. നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ, നിന്റെ സ്മരണയെന്നും നിലനിർത്താൻ എനിക്കൊരു ദിക്ർ നൽകണേ അല്ലാഹ്. മൂസാ മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഇതെല്ലാവരും ചൊല്ലുന്നതല്ലയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മൂസാ. ചെറിയ ദിക്റല്ല, ചെറിയ ദിക്റല്ല. അല്ലാഹ് 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 അവിടുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാണ്. അമ്മായിയപ്പനാണ് സയ്യിദുനാ റസൂലുള്ളാഹി. നല്ല ഒച്ചയില്ലാത്ത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ ഉപ്പയാണ്, ഫാത്തിമ ബീവിയുടെ ഉപ്പയാണ്. അലിയാര് തങ്ങൾ ചെന്നിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ശ്രദ്ധിക്കണം. ചില ആളുകളുണ്ട് എനിക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന കൗമുണ്ട്. സ്ത്രീകളാണ് വലിയ സംഭവം. എനിക്കെന്തെങ്കിലും ഒരു ദിക്റുത പറയുന്ന ദിക്റ് മുഴുവൻ കൊടുക്കുമ്പോൾ പറയും അത് ഞാൻ ചെല്ലുന്നുണ്ട്, അത് ഞാൻ 10,000 ചെല്ലുന്നു രാവിലെ സുബഹി. ഇവിടെ ഒരെണ്ണം പോലും ചെല്ലുന്നില്ല. നാ കുറച്ച് സ്വലാത്ത് ഇരിക്കുമെന്ന് പറയുമ്പോൾ പറയും അത് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 3344 വെച്ച് വെറുതെ. ഇങ്ങനെ വെറുതെ പറയുന്ന കുറെ കൗമുണ്ട്. ഒരു ദിക്റും ചെല്ലുന്നുണ്ടാവൂല, ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വലാത്തിൽ ഉണ്ടാവൂല. പക്ഷെ വെറുതെ ഇങ്ങനെ വായാടിത്തരം അത് വേണ്ട. ഒരു ഉസ്താദിന്റെ അടുത്ത് നമ്മൾ അനുവാദം കിട്ടി ചെല്ലുന്നതും അല്ലാതെ നമ്മൾ അറിഞ്ഞു ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് പൊരുത്തം വാങ്ങി ഇജാസത്ത് വാങ്ങുന്നത്. കഴിയുന്നതേ നമ്മൾ ഏറ്റെടുക്കാവുള്ളൂ. ചിലർ കുറെ കൊട്ടപ്പടി വാങ്ങിച്ചു വെക്കുന്നുണ്ടൊന്നും ചെല്ലാനും കഴിയില്ല. അങ്ങനത്തെ കുറെ കൗമികൾ. അത് വേണ്ട.
മുത്തഅല്ലിമൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇൽമു പഠിക്കുക, വേറെ ഒരു പരിപാടിയും ഉസ്താദ് നിങ്ങൾക്ക് ആ ദറസിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ദിക്ർ തരും. മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ആ സമയത്ത് തരും. ഭയങ്കര പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്താണ് ചെല്ലേണ്ടത് എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടത് രാത്രിയിൽ വൽ ഫജ്ർ സൂറത്ത് ഓതുക, പകൽ മുഴുവൻ ഈ ദിക്ർ കൊണ്ട് നിലകൊള്ളുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ് മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പമാർഗമേതാണ്? അല്ലാഹുവിലേക്ക് എങ്ങനെയെങ്കിലും അടുക്കണം, അതിനുള്ള എളുപ്പമാർഗമേതാണ്? നമുക്കൊക്കെ ഒരു മനസ്സിലാതുണ്ടാവുമല്ലോ, പടച്ച റബ്ബിലേക്ക് എങ്ങനെ അടുക്കും? കമ്മസൂഫി വലിയുല്ലാഹി മഹാനുഭാവൻ അടുത്തതുപോലെ, മമ്പറും തങ്ങൾ അടുത്തതുപോലെ, നാട്ടുകളടങ്ങിയിരിക്കുന്ന മഹാനുഭാവൻ അടങ്ങി എങ്ങനെ എങ്ങനെ അടുത്തതുപോലെ എനിക്കും അടുക്കണം റബ്ബിലേക്ക്. എങ്ങനെ അടുക്കാൻ സാധിക്കും? ഓരോരുത്തരുടെ മനസ്സിലുള്ള ചിന്ത. അലി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു. ഏറ്റവും അടുപ്പാണ്, ഭാര്യയുടെ വാപ്പയാണ്, അപ്പൊ കൂടുതൽ ബന്ധമുണ്ട്. ആ ബന്ധം വെച്ച് ചോദിക്കാം, നിങ്ങൾക്ക് ഭയങ്കര അടുപ്പാണല്ലോ അല്ലാഹുവായിട്ട്, അതുകൊണ്ട് എങ്ങനെ അടുക്കാനുള്ള എളുപ്പ വഴി എന്താ? അല്ല കുറുക്കു വഴി വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ആ കുറുക്കു വഴി പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയണ്ടേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ സ്മരിക്കലാണ്, ഓർക്കലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ ദിക്ർ ചെല്ലുക, റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളുക. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാ ഒരു ദിക്ർ നബിയേ, നബിയേ എനിക്ക് മാത്രമായ ഒരു ദിക്ർ നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുകയാണ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കോ. ചിന്തിച്ചു നോക്ക്. അലി റളിയല്ലാഹു തആല അൻഹു അപ്പോഴും ചോദിച്ചു വന്ന, എല്ലാവർക്കും അറിയാവുന്നതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് സുന്നികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉറക്കെ പറയും, നമുക്കിന്ന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ട, ഈ സ്വലാത്തുകൾ വേണ്ട, ഈ ഹദ്ദാദ് റാത്തീബുകൾ വേണ്ട, ഈ മൗലിദുകൾ വേണ്ട, ഈ റാത്തീബുകളൊന്നും വേണ്ട. നമുക്ക് കുറെ പുതുപുത്തം കുറച്ച് കിട്ടിയാൽ മതി. ആർക്കും അറിയാത്ത എന്തെങ്കിലുമൊക്കെ കടുപെട്ട് കുറച്ച് വാക്കുകൾ കിട്ടിയാൽ, അർത്ഥം അറിയാത്ത എന്തെങ്കിലും ഒരു ദിക്ർ കിട്ടിയാൽ അത് വലിയ സംഭവം. സുന്നികൾ അങ്ങനെ കുറച്ച് പേര് പോയിട്ടുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോളം ശ്രേഷ്ഠതയുള്ള വേറെ ദിക്റില്ല. അലി റളിയല്ലാഹു അൻഹു കൊടുക്കുക, ഇത് ചെല്ലിക്കും. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയ മഹാനാണ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർ ചെന്ന് അവരുടെ അടുക്കൽ മുരീദന്മാരായി കടന്നു ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുമായിരുന്നു അത്ര, നീ 1,00,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയിട്ട് വാ. 1,00,000 പരിപൂർണമായി ചെല്ലിയിട്ട് ചെല്ലുമ്പോൾ പറയും 1,00,000 കൂടി ചെല്ലും. 1,00,000 വീണ്ടും ചെല്ലി 2,00,000 വീണ്ടും ചെല്ലുമ്പോൾ പറയും 1,00,000 കൂടി ചെല്ലും. 3,00,000 ഒക്കെ ചെല്ലിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരം വല്ലാതെ ചൂടേറിയിട്ടുണ്ടാവും. സാധാരണ ഞാൻ അതിനെയൊക്കെ കൂടുതൽ ചെല്ലിയിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, നമ്മൾ അനുവാദം വാങ്ങിച്ചു ചെല്ലുന്നതും അല്ലാതെ ദിക്റാണ് കൊടുത്തിരുന്നത്. ചെറിയതല്ല, കുറച്ച് ചെല്ലണം, നമ്മൾ കുറച്ച് ചെല്ലേണ്ടതാണ്. മരണപ്പെട്ടതുപോയ ആളുകൾ അവരുടെ ഖബറുകളിൽ 7 ദിവസങ്ങളിൽ അല്ലതല്ല 40 ദിവസം വരെ ഖബറിൽ ഫിത്നയിലാക്കപ്പെടും. ഖബറിൽ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ ഉയർത്തപ്പെടാൻ നിദാനമാണ് 70,000 ദിക്റുകൾ ചൊല്ലി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്. തൗസ് എന്ന് പറയുന്നത് വലിയ മഹാനാണ്, താബികളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കൊടുക്കണം, ചെറിയ ദിക്റല്ല. അപ്പൊ അല്ലാഹ് എന്ന മഹത്തായ നാമം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആ നാമം എന്ന് ഉയർത്തപ്പെടുന്നോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. അതാണ് പറഞ്ഞു വന്നതിന്റെ ടോട്ടൽ.
അല്ലാഹ് എന്നുള്ള നാമം എന്ന് ഉയർത്തപ്പെടുന്നു അന്ന് ഈ ലോകത്തിന്റെ അവസാനം. അന്നാണ് സൂറെന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്തുവരെന്ന് വരിക. സയ്യിദുനാ റസൂലുള്ളാഹി 3 ഊതലാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിലൂടെ നടത്തുക. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഊതലുകൾ. ഒന്നാമത്തെ ഊത്തിന്റെ പേര് നഫ്ഹത്തുൽ ഫസഇ എന്നാണ്. സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത. രണ്ടാമത്തെ ഊത്ത് നഫ്ഹത്തുസ് സഇഖ, സർവ്വരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത. മൂന്നാമത്തത് നഫ്ഹത്തുൽ ബഅസ, സർവ്വജനങ്ങളെയും പുനർജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത. ഇങ്ങനെ 3 ഊതരാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിലൂടെ നടത്തുക. ആദരവായ റസൂലുള്ളാഹി ശ്രദ്ധിക്കണേ, ഒരു മലക്കിനെ അല്ലാഹു സൃഷ്ടിച്ചു. മലക്കിന്റെ പേര് ഇസ്രാഫീൽ അലൈഹിസ്സലാം. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? മർമ്മപ്രധാനമായ ഡ്യൂട്ടി ഈ 3 ഊതലാണ്. മർമ്മപ്രധാനമായിട്ട്. വേറെയും ചില ഡ്യൂട്ടികൾ പറയുന്നുണ്ട്. മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ തൂക്കുന്ന ജോലി അദ്ദേഹത്തിനാണ്. അത് കൃത്യമാണോ അളവുകോല് നോക്കുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതിലേക്ക് നന്മ തിന്മകൾ എടുത്തു വെക്കുന്ന ജോലി ഇസ്രാഫീലിനാണ് എന്നും ഉലമാക്കൾ നിർവചിച്ചിട്ടുണ്ട്. വേറെയും ചില ജോലികൾ ഉണ്ട് എങ്കിലും മർമ്മപ്രധാനമായ ഡ്യൂട്ടി അദ്ദേഹത്തിൻ്റെത് ഈ 3 ഊതരൂതാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഊത്ത് എത്രത്തോളം വലിയ ഭീകരമാണ്, എത്രത്തോളം വലിയ സംഭവം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹ് എന്ന നാമം ഈ ലോകത്ത് ഉച്ചരിക്കാത്ത അവസ്ഥയിൽ നിലകൊള്ളുമ്പോ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മോശമായ ശൈലിയിൽ അവലംബിക്കുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറന്ന കാഹളത്തിലൂടെ ഒന്നാമത്തെ ഊത്ത് കൽപ്പിക്കുകയാണ്. ويوم ينفخ في الصور ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله وكل أتوه داخرين. അല്ലാഹു ഓതാൻ കൽപ്പിക്കുകയാണ്. അന്നീ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മോശമായ ശൈലിയിൽ അവലംബിക്കുകയാണ്. കള്ളു കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്, മോശപ്പെട്ട സംവിധാനത്തിലൂടെ ജീവിതം തള്ളി നീക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. അവർക്ക് മുമ്പാകെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുകയാണ്. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതിക്കഴിഞ്ഞാൽ ഫഫസിഅ മൻ ഫിസ് സമാവാത് വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ഔത്തിലൂടെ തന്നെ പേടിക്കുമേ പേടിക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. വകുല്ലുൻ അതൗഹു ദാഖിരീൻ. എല്ലാവരും പടച്ച റബ്ബിലേക്ക് നമ്മുടെ ശിരസ്കരായി കടന്നു വരുകയാണ്. പടച്ച റബ്ബിലേക്ക് ഭയചകിതരായി കടന്നു വരുകയാണ്. വിനയാന്യതരായ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യാൻ തയ്യാറായി കടന്നു വരുകയാണ്. കള്ളു കുടിക്കുന്നവരാണ്, വിചരിക്കുന്നവരാണ്, ഈ ദുനിയാവിൽ മോശമായ ശൈലിയിൽ നടന്നിട്ടുള്ളവരാണ്, നിരീശ്വരവാദത്തിന്റെ ആളുകളാണ്, യുക്തിവാദത്തിന്റെ ആളുകളാണ്, അവിശ്വാസത്തിൽ അമർന്നുപോയ ആളുകളാണ്, കള്ളുകുടിച്ചുകൊണ്ട് ദുനിയാവിൽ നടന്നതായ ആളുകളാണ്, പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടന്നവരാണ്, ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് നടന്ന സമൂഹമാണ്. എല്ലാവരും അല്ലാഹുവിലേക്ക് തിരിയുന്ന സമയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാത്ത രംഗമാണ് സ്വഹാബ. കാരണം സൂറന്ന കാഹളമെന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുടലായി നിങ്ങൾ കാണരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അറാബിയുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അത് പ്രകാശത്താലുള്ള കുഴലാണ് സാബാഇറത്തിൽ ഖർൻ കഅർളിസ് സമാഇ വൽ അർള് എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ അർപ്പിന്റെ കൈകൾ തന്നെയാണ് സത്യം അഥവാ അല്ലാഹുവിനെ തന്നെയാണ് സത്യം പടച്ച റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ അതിന്റെ വ്യാസമുണ്ടല്ലോ അതിന്റെ നീളമുണ്ടല്ലോ ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ് സാബാ പ്രവിശാലമാണ് സാബാ ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണ് സൂറന്ന കാഹളമെന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി ചിന്തിച്ചു നോക്കണേ സോദരാ ഒന്നാലോചിച്ചു നോക്കണേ സോദരി 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമായി നിറഞ്ഞു നിൽക്കുന്ന സൂറന്ന കാഹളത്തെ ഒന്ന് ചിന്തിക്കൂ മനുഷ്യ അതിന്റെ നീളമൊന്ന് കണക്കാക്കൂ സോദരി അതിന്റെ വ്യാസമൊന്ന് കണക്കാക്കൂ